വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം. സാധാരണ വായ്പകൾ, വസ്തു വായ്പകൾ, ഓവർഡ്രാഫ്റ്റ്, MDS വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ 10% ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം. ഒപ്പം നിക്ഷേപങ്ങൾക്ക് 8% വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ, മനപ്പടി, കമ്പനിപ്പടി, പാഞ്ഞാൾ, ഉതുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക. ഫോൺ 9188940075. മായന്നൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാലയും നടന്നു. തന്ത്രി പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൊണ്ടാഴി മായന്നൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാല സമർപ്പണവും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാട്ടുമനിക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശേഷാൽ പൂജകളിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കുചേർന്നത്. ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം നടന്ന പൊങ്കാല സമർപ്പണവും ഗോപൂജയും ഭക്തർക്ക് നവ്യാനുഭവമായി. ദക്ഷിണ ഭാരതത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന, നിള എന്ന് വിളിക്കുന്ന ഭാരതപ്പുഴയുടെയും ഗായത്രി എന്ന് വിളിക്കുന്ന ചീരക്കുടിയാറിൻ്റെയും സംഗമസ്ഥാനമായ മായന്നൂര് സെന്റ് തോമസ് ഹൈസ്കൂളിന് വടക്കുവശം സ്ഥിതി ചെയ്യുന്ന 1500 വർഷത്തിൽ പരമഴക്കമുള്ള അതിപുരാതനമായ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രം 2017 പ്രതിഷ്ഠാദിനം കഴിഞ്ഞ് പുനരുദ്ധരിച്ച് ഇവിടെ അന്നു മുതൽ ഇന്ന് വരെ എല്ലാ ഞായറാഴ്ചയും അന്നദാനവും ലഘുഭക്ഷണവും നടക്കുന്നുണ്ട്. അതിലുപരിയായി 2017 മുമ്പും അത് കഴിഞ്ഞിട്ടും ഇവിടെ നടന്നിട്ടുള്ള എല്ലാ അഷ്ടമംഗല്യ പ്രശ്നത്തിലും, ദേവപ്രശ്നത്തിലും, താമ്പൂല പ്രശ്നത്തിലും ഇവിടെ ഈ ഗ്രാമം മൂലമണ്ണൂർ ഗ്രാമം എന്ന് പറഞ്ഞ ബ്രാഹ്മണന്മാരുടെ ആയിരുന്നെന്നും അവർ പിന്നീട് ഇവിടുന്ന് പലായനം ചെയ്തുവെന്നാണ്. അന്നു മുതലേ ഇന്ന് വരെ ഇവിടെ ബലിതർപ്പണം ചെയ്താൽ വളരെ ഉത്തമമാണെന്നും 7 തലമുറകൾക്ക് പ്രീതി കിട്ടുമെന്നും അഷ്ടമംഗല്യ പ്രശ്നത്തിൽ തെളിഞ്ഞതിൻ്റെ ഫലമായി 2017 മുതൽ എല്ലാ കർക്കിടകവാവ് ബലി ദിവസവും ഇവിടെ ആയിരങ്ങൾ വന്ന് ബലി തർപ്പണം ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2025 ജൂലൈ 25 മുതൽ ഇവിടെ നിത്യ ബലിതർപ്പണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഈ നമ്മുടെ പുണ്യനദിയായ ഭാരതപ്പുഴയുടെ തീരത്താണ് എല്ലാ ഭക്തജനങ്ങളും ഒക്കെ ഈ ബലിതർപ്പണത്തിന് ഇവിടെ വന്ന് പാത്രീഭൂതരായി ഇത് നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ക്ഷേത്ര മേൽശാന്തി അജിത് കുമാർ നമ്പൂതിരി പൂജകൾക്ക് ഉപകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് TK ശ്രീധരൻ, സെക്രട്ടറി ജിതിൻ മുകുന്ദൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ഉത്സവ പരിപാടികൾ പ്രദേശത്തെ ഭക്തി നിർഭരമാക്കി. വിശേഷാൽ ചടങ്ങുകളെക്കുറിച്ച് ക്ഷേത്രം തന്ത്രിയും സമിതി ഭാരവാഹികളും സംസാരിച്ചു. ഗ്രാമത്തിന്റെ ഐശ്വര്യത്തിനായി നടന്ന ഈ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മായന്നൂരിലെ ശ്രീ മൂലമണ്ണൂർ ക്ഷേത്രം ഈ നാട്ടിലെ തന്നെ വളരെ ബൃഹത്തായതും വളരെ പൗരാണികമായ ഒരു ക്ഷേത്രമാണ്. ഇവിടെ വർഷം തോറും നടത്തി വരാറുള്ള പ്രതിഷ്ഠാദിന മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ മഹാഗണപതിയും, അതിനുശേഷം ഭഗവതിയെങ്കിൽ വിശേഷാൽ കലശാഭിഷേകങ്ങളും മഹാവിഷ്ണുവെങ്കിലും അഭിഷേകങ്ങളും വിശേഷാൽ പൂജകളും നടത്തി. അതിനുശേഷം ഗോപൂജ, അതിനെ തുടർന്ന് പൊങ്കാല, ഈ കാര്യങ്ങളെല്ലാമാണ് ഇവിടെ ചെയ്ത്. വളരെ അഭൂതപൂർവമായ ഓരോ വർഷവും അതിൻ്റേതായ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ദേവീ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗഭാക്കാവാൻ ഇവിടുത്തെ നാട്ടിലെ എല്ലാ മുഴുവൻ ജനങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഭഗവതിയുടെ അനുഗ്രഹത്തിന് ഒരു നിദാനമായി വർത്തിക്കുന്നത്. CCV ന്യൂസ് മായന്നൂർ.